ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓഫ് ക്യാമ്പസ് എന്ന വെബ് സീരീസിന്റെ റിവ്യൂ ആണ്. ഈ സീരീസ് ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. ആകെ 8 എപ്പിസോഡുകളാണ് ഇതിലുള്ളത്. ഓരോന്നിനും 50 മിനിറ്റ് ദൈർഘ്യമുണ്ട്. അതുകൊണ്ട് ഇതൊരു മീഡിയം സൈസ് സീരീസ് എന്ന് പറയാം. മോഡേൺ റൊമാൻസ് പ്രമേയമാക്കിയെടുത്ത ഒരു റിലേഷൻഷിപ്പ് ഡ്രാമയാണിത്. കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, ഇത് തികച്ചും മുതിർന്നവർക്ക് വേണ്ടിയുള്ളതാണ്. സ്ട്രിക്ട്ലി ഫോർ അഡൾട്ട്സ്. ഇതിൽ അഡൾട്ട് സീനുകൾ ഉള്ളതുകൊണ്ട് ഫാമിലി ഓഡിയൻസിന് തീർച്ചയായും പറ്റിയതല്ല. കഥയിലേക്ക് വരികയാണെങ്കിൽ നായിക ഒരു മ്യൂസിക് സ്റ്റുഡൻ്റാണ്. പാർട്ട് ടൈം ജോലികൾ ചെയ്താണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ സാഹചര്യത്തിലാണ് അവരുടെ സ്കോളർഷിപ്പ് ക്യാൻസൽ ആകാൻ പോകുന്ന ഒരവസ്ഥ വരുന്നത്. ഇതിനായി ജസ്റ്റിൻ എന്ന സംഗീതജ്ഞന്റെ സഹായം തേടാൻ അവർ തീരുമാനിക്കുന്നു. കൂടാതെ ആ വ്യക്തിയോട് നായികയ്ക്കൊരു ചെറിയ ക്രഷുമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് അടുക്കാൻ അവർക്ക് ചെറിയൊരു മടിയുമുണ്ട്. ഇതിന് സമാന്തരമായി നായകന്റെ കഥയും കാണിക്കുന്നുണ്ട്. അതേ യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിയാണ് നായകൻ. ഒരു ഐസ് ഹോക്കി പ്ലെയറാണ് അദ്ദേഹം. വലിയൊരു പണക്കാരന്റെ മകനായ ഇദ്ദേഹം തന്റെ അച്ഛൻ തന്നെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിന്റെ ദേഷ്യത്തിലാണ്. പഠനകാര്യത്തിൽ നായകൻ വളരെ പിന്നാക്കമാണ്. അതുകൊണ്ട് തന്നെ അതിൽ അയാൾക്കൊരു സഹായം ആവശ്യമാണ്. അങ്ങനെ നായകൻ നായികയോടൊരു ഡീൽ പറയുന്നു. നീ എന്നെ പഠിപ്പിച്ചാൽ ആ വ്യക്തിയുമായി അടുക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. അതായത് ഇവർ രണ്ടുപേരും പ്രണയത്തിലാണെന്ന് വരുത്തി തീർത്ത് ഒരു പൊസസീവ്നെസ് ഉണ്ടാക്കി പിന്നീട് ബ്രേക്കപ്പായി നായികയെ ജസ്റ്റിനുമായി അടുപ്പിക്കാനാണ് പ്ലാൻ. ആ പ്ലാൻ എങ്ങനെ പോകുന്നു, ഇവരുടെ ബന്ധത്തിൽ എങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നു, അവസാനം ഇവരുടെ ലക്ഷ്യങ്ങൾ നടന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സീരീസ് പറയുന്നത്. ഒരു ലളിതമായ കഥ അഡൾട്ട് കണ്ടന്റിനിടയിൽ തിരികെ വെച്ചാൽ എങ്ങനെയിരിക്കും, ആ ഒരു ഫീലാണ് ഈ സീരീസ് കാണുമ്പോൾ തോന്നിയത്. നായകനും നായികയും തമ്മിലുള്ള ബന്ധം വളരെ ഓപ്പണായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരാളുമായി അടുക്കാൻ വേണ്ടി ഇവർ പ്രകടിപ്പിക്കുന്ന അടുപ്പം ചിലയിടങ്ങളിൽ ശാരീരികമായ ആവശ്യങ്ങൾക്ക് പോലും പരസ്പരം സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ഓപ്പൺ ഫ്രണ്ട്ഷിപ്പ് പോലെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നായികയുടെയും നായകന്റെയും ലക്ഷ്യങ്ങൾ, നായികയുടെ ഭൂതകാലത്തിലെ ഒരു സംഭവം അത് ഗെയിമുമായി ലിങ്ക് ചെയ്യുന്നത്, ഇതൊക്കെ കുഴപ്പമില്ലായിരുന്നു. മറ്റൊരർത്ഥത്തിൽ ഇതിൽ അത്ര സീരിയസ് ആയ കഥയോ ഇമോഷൻസോ ഒന്നുമില്ല. വെറും ഒരു ലൈഫ് സ്റ്റൈൽ ഡ്രാമ മാത്രമാണിത്. നിങ്ങൾക്ക് വെറുതെ സമയം കളയാൻ അഡൾട്ട് കണ്ടന്റ് ഉള്ള ഒരു റൊമാൻസ് ഡ്രാമ കാണണമെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. ഈ സീരീസിന് ഞാൻ നൽകുന്ന റേറ്റിംഗ് 2.7/5 ആണ്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മൂവി സ്റ്റുഡിയോ ഫിലിം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റിവ്യൂവെ കാണാം.